ഇപ്പോൾ നമ്മൾ അടുത്തത് നേരെ ക്രഷറിലോട്ട് പോവുകയാണ്. ഇവിടത്തേക്കുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരുന്ന ലെയറിൻ്റെ തന്നെ ക്രഷറിലോട്ടാണ് നമ്മൾ പോണത്. ഇപ്പോൾ നമ്മൾ ക്രഷറിലോട്ട് പോകണ ടിപ്പർ ടാറ്റയുടെ പ്രൈമ 3525 ആണ്. 12 വീൽ ടിപ്പറിലാണ് നമ്മളങ്ങനെ ഇന്ന് ക്രഷറിലോട്ട് പോകാൻ പോകുന്നത്. 12 വീല് ടിപ്പറിൽ നമ്മുടെ റംഷീദിന്റെ ഇവിടെ നമ്മള് എവിടെ വരെ വന്നത്? ഇവിടെയൊക്കെ നല്ല കാഴ്ചയാണല്ലോ കാണാൻ. ഇതെവിടെ? പാടിയോട്ട് ചാൽ. ഉള്ള അടിപൊളി പേരുകളാണല്ലോ ഇവിടത്തെ. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഇത്, നല്ല കടകളും അല്ലെ, ഒരുപാട് കടകളൊക്കെ ഉണ്ടല്ലോ. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് എടുത്തേക്ക് തന്നെ വരുന്നത് സാധനം വാങ്ങാൻ. വാ, അടിപൊളി തന്നെ. ഒരു മിനിറ്റ്, ഈ പോസ്റ്റ് കൂടി കഴിഞ്ഞിട്ട് നോക്കി നോക്കിയാ. എന്റെ മോന്നിക്ക് കിടിലം തന്നെ ചേട്ടാ, നല്ല വ്യൂ. ഇത് സംഭവം എന്ന് പറയാ, അവിടെ കോടയായിട്ടാണ്. കോട കണ്ട? കണ്ടു. ആ കോട മാറി അവിടെ ഇപ്പൊ 3-4 മലകൾ ഇങ്ങനെ കിട്ടും. ശരിക്കും നോക്കി കാണാൻ പറ്റുമോ? ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മലകൾ കാണാൻ പറ്റും. പുറകിലോട്ട് ഉണ്ടല്ലേ. അപ്പൊ അത് രാവിലെ ഒരു 6:30 മണിക്ക് ടൈമിലുള്ള വരുന്നെങ്കിൽ നല്ല വ്യൂ ആണ്. അപ്പൊ അതിനെ ശരിക്കും സൂമിങ് നിങ്ങൾക്ക് തിരിയാൻ പറ്റും. അതിന്റെ ബേക്കിന് മലകളുണ്ട്. എനിക്ക് മനസ്സിലായി. ഇപ്പൊ നമ്മൾ കാണുന്ന അല്ലാതെ ഹൈറ്റിൽ പിന്നെയുണ്ട്, മലയുണ്ട്. പക്ഷെ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുന്നില്ല, കോട മൂടിയിട്ടല്ലേ. രാവിലെ 6:30 വരുന്നെങ്കിൽ സെറ്റാണ്. ഓക്കെ അല്ലേ? അടിപൊളി തന്നെ. സ്ഥലങ്ങളെല്ലാം രക്ഷയില്ല കേട്ടാ. പക്ഷെ രാവിലെയാണ് കാണാനുള്ളത്. ഭയങ്കര സെറ്റാണ്. ഒരു 6 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി. എന്നാലാണ് അതിന്റെ സ്ഥലത്തിന്റെ പേര്. ഇത് കടുക്കാരം. രാവിലെ നല്ല കാഴ്ചയായിരിക്കും കേട്ടോ അവിടെ, സൂര്യനൊക്കെ ഉദിച്ചു വരുമ്പോ അല്ലേ. നല്ല രസം. അതായത് നമ്മള് സ്കൂളൊക്കെ പഠിക്കുമ്പോൾ ചേമ്പേരിങ്ങനെ നല്ല ചിത്രങ്ങൾ അതിനിടക്ക് സൂര്യന്റെ ഇതെല്ലാം ഇട്ടിട്ട് ആ ഒരു മോഡൽ, ആ സംഭവം ഉണ്ടായി. നല്ല രസമാണ്. ഇനി എത്ര ദൂരം ഉണ്ടാവും? നമുക്ക് എത്താറായി. 5 മിനിറ്റ് ഓട്ടം. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ക്രഷർ എത്തും. ഇനിയിപ്പോ ഒരു 100 മീറ്റർ പോയാൽ നമ്മളെ മെക്കാട റോഡിലേക്ക് കയറാൻ പോയി. ഓക്കെ. നമ്മളെ ക്രഷറിലേക്കില്ലേ നല്ല റോഡിലേക്ക്, കടുക്കാരം മുക്ക്. നമ്മളെ ക്രഷർ ഭാഗത്തേക്കില്ല റോഡ്. ഇറക്കമാണല്ലോ. നല്ല സൈഡും പൊളിയല്ലേ? അടിപൊളി, നല്ല കാഴ്ചയാണല്ലോ. ലഞ്ച് ടൈം ആണെന്ന് തോന്നട്ടാ. ഫുഡ് കഴിക്കാൻ കയറിക്കാണോ ചിലപ്പോ? ക്രഷറൊന്നും അടിക്കുന്നില്ല. അപ്പൊ ലഞ്ച് ടൈം. മെഷീൻ ഓഫ് ചെയ്താ? മെഷീൻ ഓഫ് ചെയ്തിട്ടുണ്ടാവും. ലഞ്ച് ടൈം അല്ലേ? കക്ര ക്രഷർ എത്തി നമ്മൾ അങ്ങനെ അല്ലേ. വണ്ടിയൊക്കെയുള്ള സമയം ഇപ്പൊ ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. അപ്പൊ ആരും കാണാനില്ല, എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി. ബ്രേക്കാണ്, ലഞ്ച് ബ്രേക്കാണ്. നമ്മുടെ വണ്ടി ഇവിടെ കിടന്ന് അർമാദിക്കുക. JCB 4x4 JCB ലോഡ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോഡിങ് നടക്കുകയാണ്. അപ്പം നമുക്കിവിടെ ക്രഷറിൽ തന്നെ ഒരു പമ്പ് ഉണ്ടല്ലേ, അതായത് നമ്മുടെ കമ്പനി ടിപ്പർ തന്നെ നമ്മുടെ കമ്പനി ക്രഷർ ചെയ്യുന്നല്ലേ. പുറത്തുനിന്ന് ഡീസൽ അടിക്കണ്ട, കമ്പനിയെ തന്നെ ഡീസൽ ഇതുണ്ടല്ലേ. അത് കൊള്ളാം. സാധാ ഡീസൽ അടിക്കുന്ന എല്ലാ സെറ്റിങ്സും കാര്യം എല്ലാം ഉണ്ട്. സെയിം ബില്ലെടുക്കണം, ബില്ലിന്റെ ബില്ല് ഉൾപ്പെടെ എല്ലാ സെറ്റപ്പും ഉണ്ടല്ലേ. അപ്പൊ സംഭവം ലെയറോക്കിന്റെ തന്നെ ക്രഷർ ആണിത് അല്ലേ. ലെയറോക്കിന്റെ തന്നെ ടിപ്പർ, ലെയറോക്കിന്റെ തന്നെ ഡീസൽ അടിക്കാൻ പുറത്ത് പോകണ്ട, ഒന്നിനും പുറത്ത് പോകണ്ടല്ലേ, എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അത് കൊള്ളാം. അങ്ങനെ നമ്മളെ കക്കറ ക്രഷറിൽ നിന്ന് നമ്മളെ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ JCBക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ JCB 4x4 JCB ആണ്. കേരളത്തിൽ 4x4 ടെർബോ എഞ്ചിൻ ഉള്ള ഒരു JCB ഇത് മാത്രമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ
2019 മോഡലാണ് ഈ JCB. അപ്പൊ JCBക്ക് അകത്ത് കയറി നമ്മൾ കേട്ടോ. 4x4 സ്വിച്ച് ഇതാണ് 4x4 സ്വിച്ച്. ഇത് 1 2 3 4 ഗിയർ. ഫസ്റ്റ് ഗിയർ അല്ലേ? ഗിയർ ഫസ്റ്റ് ഇട്ട് മൂവിങ്ങിന്റെ ഉള്ള. എന്നിട്ട് ഇത് മൂന്ന് നമുക്ക് ആ ചലിക്ക് മുകളിൽ കയറാൻ പറ്റുമോ? അത് മേലെ കയറും. കാണിച്ചാ കൂടെ ഈസി ആയിട്ട് കയറി. ഫ്രണ്ട് നോക്കി ഇത് തന്നെ തുടങ്ങാം. നമുക്കിത് മൂവാക്കിയ വണ്ടി അങ്ങോട്ട് മൂവാം. ഓക്കെ, ആക്സിലേറ്റർ കൊടുക്കണ്ട? ഒന്നും കൊടുക്കണ്ട. അതിപ്പോ പോകുമ്പോ ആക്സിലേറ്റർ വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൊടുക്കാം. മെല്ലെ കൊടുത്താൽ എന്നിട്ട് ബാക്ക് ആക്കിയ റിവേഴ്സ് വരും. ഇത് മേലേക്കാക്കിയ മേലെ പോകുമ്പോ പിന്നെ അതേപോലെ താത്തിയ അതേട്ടാ താത്തിയ താന്നു ഇങ്ങനെ താന്നു വരും. പുറവുന്ന ചെയ്യണം. ഇവിടത്തെ ബക്കറ്റിന്റെ പണി. ഇത് ബാക്ക് ബക്കറ്റിന്റെ പണി. ആദ്യം കാലത്താക്കാം. സെപ്ലസ്റ്റ് ഇറക്കാം. ഇതെന്താ? ഓ, ഇവിടെ നമ്മള് സെപ്ലസ്റ്റ് ഇറക്കാം. സ്റ്റാൻഡ് എന്നിട്ട് ഇങ്ങനെ ആക്കിയ സ്റ്റിക്ക് പോന്നു. ഇത് ഇങ്ങനെ ആക്കിയ സ്റ്റിക്ക് താഴെ വരും. വലത്തോട്ടാ താഴോട്ടാ? ഇങ്ങോട്ട് മേലൊക്കെ ആക്കിയ മേലെ. പിന്നെ ഇത് ബക്കറ്റ് ഓപ്പൺ. ബക്കറ്റ് ഓപ്പൺ വലത്തോട്ടല്ലേ? വലത്തോട്ട്. എന്നിട്ട് ഇങ്ങോട്ടാക്കിയ മടങ്ങും. ഇത് അത് ഇങ്ങോട്ടാക്കിയ സ്വിംഗ്. ഈ സൈഡാക്കിയ പിന്നെ സ്വിംഗ്. അപ്പൊ ഇത് താന്ന് ഇറക്കാൻ വേണ്ടി പിന്നെ അത് പോന്നാൻ വേണ്ടി. അപ്പൊ ഇത് എല്ലാം ഒന്നിച്ച് ഇങ്ങനെ ഓർമ്മ ഒരേ സമയം എല്ലാം ചെയ്ത് പഠിക്കണം. ഇങ്ങനെ പോരിട്ട് അങ്ങനെ ലോഡെല്ലാം ആക്കണം. ஆனா உங்க பேர் சொல்லுங்க. പേര് മാതേസ്. മാതേസ്, തമിഴ്നാടല്ലേ? ഇത് ആദ്യമായിട്ട് ഇവിടെ മേടിച്ചതാണ്. ഓ, ഈ മോഡല് ഈ നാട്ടിലില്ലെന്നാണോ? കേരളത്തിലില്ല ഈ മോഡല്. ഇപ്പൊ വന്നിട്ടുണ്ടെന്ന് അറിയില്ല. ഇത് എടുത്ത സമയത്ത് ഇല്ല. സമയത്ത് ഇത് മാത്രമേ. ആദ്യമായിട്ട് നമുക്ക് ഈ AC വേണമെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി മേടിച്ചതാണ്. AC വേണമെന്ന് പറഞ്ഞിട്ട് ഈ വണ്ടി മേടിച്ചതാണ്. എങ്ങനെയുണ്ട് ഈ വണ്ടിയുടെ പവറും കാര്യങ്ങളും ഇതിന്റെ യൂസ് ഒക്കെ എങ്ങനെയുണ്ട്? സന്തോഷമാണ്. 4 ലിറ്റർ സൂപ്പറാണ്. വലിയ വണ്ടിക്കല്ല ഇതിക്കെല്ലാം സുഖമായിട്ട് ലോഡാക്കാം. അപ്പൊ നമുക്കൊരു AC ഉണ്ടാകുമ്പോ പണിയെടുക്കാൻ നല്ല രസം. എത്രയും വെയിലത്തല്ലേ പറയുമ്പോ വേണ്ട കയറിപ്പോയി ഇങ്ങനെ സുഖമായിട്ട് തള്ളി മേലെ കയറി. ഒന്ന് പവറിലാ പോകാൻ. പോയിട്ട് വരാം. ആയിക്കോട്ടെ, കാണാ നീ. ശരി. ഓക്കെ, ഇത് വേണ്ട. അയ്യോ അത് വേണം, പറന്നുപോയി. താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു പോവാം. നമ്മളെ ലോഡ് എടുത്തു, നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി നേരെ നമ്മൾ എങ്ങോട്ടാണ്? ഉമ്മറപ്പോയി. സ്റ്റോക്ക് യാർഡ്. ഇപ്പൊ കക്കറയിന്ന് ഇപ്പൊ എങ്ങോട്ടാ പോണത്? ഉമ്മറപ്പോയിൽ പോണ വഴിക്കുള്ള ഏറ്റവും ടാസ്ക് ഉള്ള ഒരു കയറ്റമാണ് അല്ലേ? നല്ല കൊത്തു കയറ്റമാണ്. നമ്മുടെ ലോഡും വെച്ചുകൊണ്ട് നമ്മൾക്ക് ഫസ്റ്റ് ഗിയറിലാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പോകെ പോകെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് മാറ്റാല്ലേ? ഏതിട്ട് അപ്പൊ നമ്മള് C ഗിയർ മാറി. ഇനി ഒന്നും ചെയ്യണ്ടല്ലേ? ഇനി പതുക്കെ പിടിച്ചോണ്ട് നിന്നാ മതി. മൂപ്പര ഇഷ്ടത്തിന് അങ്ങ് പോയിക്കോളും. അപ്പൊ വെറുതെ കാല് കൊടുത്തിട്ട് കാര്യമില്ല. വെറുതെ എണ്ണ കളയാന്നല്ലാണ്ട് RPM കയറ്റാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അടിപൊളി കയറ്റം. 10 കിലോമീറ്റർ സ്പീഡിൽ C ഗിയറിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവാർഡ് സിനിമ കണക്കല്ലേ? അതിന്റെ ചിഹ്നം കാണുന്നില്ലേ? ആമയുടെ ചിഹ്നം അല്ലേ? ചിഹ്നാണ് അതിൽ വരത്തെ ഗിയറിട്ട്. C ഗിയറിട്ട ആമയുടെ ഗിയർ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇത്തരം ഗിയർ ഇട്ടാൽ ഈ ചിഹ്ന വരത്തിടാം. അവിടെ തന്നെ കിടക്കും.
സി ഗിയർ നമ്മൾ പറയുന്നത് ഭാരത് ബെൻസിനാണ്. ഇതിനെല്ലാം ലോഡ് ഗിയർ എന്നാണോ? ലോഡ് ഗിയർ സിസ്റ്റം എല്ലാം കറക്റ്റ് തന്നെ. ഉദ്ദേശിക്കുന്നതെല്ലാം കറക്റ്റ് അല്ലേ, പേരൊക്കെ മാത്രമേ മാറ്റുള്ളത്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സംഭവം. ഏതാണ്? സെൻട്രൽ നമ്മളിപ്പോ കേരളത്തിൽ എന്തെങ്കിലും വലിയൊക്കെ മുട്ടിയാൽ വലിയ മുട്ടി നമുക്ക് അന്നേരം പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇത് പിടിച്ച് നോക്കിയ വണ്ടി അവിടെ എവിടെയും പോകും. അപ്പൊ മെല്ലെ ഒന്ന് ഗിയർ ഇടുക, അത് ഓഫ് ചെയ്യുക, കയറി പോവുക. അങ്ങനെയൊക്കെ സെറ്റപ്പ്. അതായത് നമ്മുടെ കടുക്കാര മുക്കിലോട്ടുള്ള കയറ്റം കയറുകയാണ് അല്ലേ? പക്ഷെ ഈ റോട്ടിൽ ഒരുപാട് വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ. വണ്ടി കുറവാണല്ലേ? ബസ് ഇതിവിടെ ബസ്സില്ല. താല് വരെ കയറ്റം തുടങ്ങുന്ന ലാസ്റ്റ് ചെറിയൊരു വളവൊക്കെ കിട്ടി. അവിടെ വരെ ബസ് വരും. നല്ല റോഡും തിരക്കും കുറവും. അടിപൊളി. വേറെന്ത് വേണമല്ലേ? അപ്പൊ റംഷിദ്ക്കയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. ഞാന് എത്ര ആളായി നമ്മൾ ഈ ലോറി ഫീൽഡ് തുടങ്ങിയിട്ട്? ലോറി ഫീൽഡല്ല, ഡ്രൈവിംഗ് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഏകദേശം ആർക്കും 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ ഈ ജീപ്പിന്റെ അന്നേരം നമ്മളെ നാട്ടിലൊക്കെ ജീപ്പാ, അതിന് ബേക്കിലൊക്കെ തൂങ്ങിട്ട് അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളായി വണ്ടി കഴുകാനും കൂടും. അതിന് പോയിട്ട് അത് ലെവലായി കറക്റ്റ് 18ാം വയസ്സിന് ഞാൻ ലൈസൻസ് ആക്കി. കറക്റ്റ് വണ്ടിപ്രാന്ത്. അങ്ങനെ അന്നേരം 21ാം വയസ്സിലാന്ന് തോന്നുന്നു ബാഡ്ജ് ആക്കല്. 18 വയസ്സിൽ ലൈസൻസ് എടുക്കണമെങ്കിൽ 3 വർഷം കഴിഞ്ഞ് ബാഡ്ജ് എടുത്തപാടും വണ്ടി ഫീൽഡിൽ മൊത്തമായിട്ട് ഇറങ്ങി. ഇപ്പൊ റംഷിദ്ക്ക ഒരു ചെറിയ ഗായകനാണ്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗാനം പാടൂലേ? ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു ഗാനം. പഞ്ചാരക്കുഞ്ചിയല്ലേ പൊന്നമ്മേ എത്ര നാളായി, പഞ്ചാരക്കുഞ്ചിയല്ലേ പൊന്നമ്മേ എത്ര നാളായി, കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പൊന്നടി, കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പൊന്നടി, ആരു മനസ്സിലടി പൊന്നമ്മേ വിലകിറക്കലടി, ആരു മനസ്സിലടി പൊന്നമ്മേ വിലയിറക്കലടി, നേരമ്പോ കാണാനും എന്റെ കാര്യത്തിലാവുമെടി, പഞ്ചാരക്കുഞ്ചിയല്ലേ പൊന്നമ്മേ എത്ര നാളാകി, പഞ്ചാരക്കുഞ്ചിയല്ലേ പൊന്നമ്മേ എത്ര നാളാകി, കെട്ടിലും മട്ടിലും നീ കണ്ടാലൊരു കെട്ടിലമ്മ പോലെടി. ഒരുപാട് കലാകാരന്മാര് സത്യത്തിൽ വേറൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് അറിയാൻ പറ്റുമല്ലോ, അറിയാനെങ്കിലും പറ്റുമല്ലോ. മാപ്പിളപ്പാട്ടാണ് നമ്മളെ മെയിൻ ഐറ്റം. എന്നാ അതും കൂടെ ഒരു പാട്ട് ഒരു മാപ്പിളപ്പാട്ടും കൂടി. മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി, ഇഷ്കക്കടലിന്റെ മോസപ്പൊട്ടി മറിഞ്ഞല്ലോ, ഇമ്പക്കനി യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ, മിസ്രിയിലെ രാജൻ അസീസിനാരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി. അടിപൊളി. ഈ ഫീൽഡിൽ അറിയപ്പെടണമെന്നോ അല്ലെങ്കിൽ പാട്ട് പാടി നടക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ? മടിയൊന്നുമില്ല. മടിയൊന്നുമില്ല. പരിപാടിയെല്ലാം കണ്ട പാട്ട് സ്റ്റേജിലൊക്കെ പോകും, സ്റ്റേജിൽ പാടും. എവിടെ കണ്ടാലും മൈക്ക് കിട്ടി എന്നാലും അതിനൊരു അവസരം കിട്ടട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അതെ, ഇവിടെയാണ് നമുക്ക് ഇറക്കേണ്ടത്. ഉമ്മറപ്പൊയിൽ മെറ്റൽസ്. ഇതാണ് നമ്മുടെ ലെയർ റോക്കിന്റെ സ്റ്റോക്ക് വയ്ക്കുന്ന സ്ഥലം.
അപ്പൊ ഇനി ടിപ്പ് വെക്കാനായിട്ട് അതിന് നോക്കിയിട്ട് ഈ ചോദ്യത്തുണ്ടോ ഇത് മുകളിലോട്ടാക്കുക. ഇത് മുകളിലോട്ടാക്കി ക്ലച്ച് വിടുക. ക്ലച്ച് വിട്ട് കൊടുത്താൽ താനെ പൊങ്ങി പൊക്കൊണ്ടേ ഇരിക്കുമല്ലേ? ഓക്കെ. അപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ണൂരിലോട്ട് വണ്ടി കയറുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കോൺക്രീറ്റ് കൊണ്ടുപോകണ മിക്സറായിരുന്നു എൻ്റെ മനസ്സിൽ. ആ വണ്ടീനെ കുറിച്ചും ആ വണ്ടിയുടെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും അതിൻ്റെ കൂടെ യാത്ര ചെയ്യാനുമാണ്. പക്ഷേ ഈ ഒരു പ്ലാന്റ് വന്ന ശേഷം സത്യം പറഞ്ഞാൽ ഒരു വണ്ടി പ്രാന്തൻ്റെ ഒരു പ്ലാന്റിലോട്ടാണ് ഞാൻ വന്നത്. കാര്യം എന്ന് പറയാൻ ഇവിടെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. ട്രക്ക്, ജീപ്പ്, കാറ്, ബൈക്ക്, അങ്ങനെ ഒരുപാട് പഴയ മോഡലും പുതിയ മോഡലും ആയിട്ടൊക്കെ ഒരുപാട് വണ്ടി കിടപ്പുണ്ട്. അതിലൊരു മോഡലാണ് അതായത് കിടക്കുന്ന ജീപ്പ്. ഇത് ഒരു 84 മോഡൽ ജീപ്പാണ്. ഇതിനിപ്പോൾ ഇതിൻ്റെ റീടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പണിപ്പുരയിലാണ് ഈ വണ്ടി കിടക്കുന്നത്. റണ്ണിങ് കണ്ടീഷൻ തന്നെയാണ്. KRC ആകുമ്പോഴത്തേക്ക് എത്ര വർഷം പഴക്കം? 84 മോഡൽ വണ്ടിയാണ്. അപ്പം ഇത് ഇപ്പം ഞങ്ങൾ എടുത്തിട്ട് 10 വർഷം ആയതേ ഉള്ളൂ. കാരണം 84 ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോയി എടുത്തത്. ആ വണ്ടി ഇതിന് പ്രത്യേക ഓടിക്കൊരു ഫീലാണ്. ഇപ്പം ഞങ്ങളൊരു 84 ഒരു SD ഉണ്ട്. അപ്പോൾ അത് ഇതൊക്കെ ഒരു പ്രായം. അപ്പോൾ രണ്ടും പോകുന്ന ഒരു പരിധി സ്പീഡിലെ പോവുള്ളൂ. അതായത് 60, 65 3 സ്പീഡ് ഗിയർ ബോക്സ് വണ്ടി, പഴയ മോഡല്. ഈ വണ്ടി ഇറങ്ങും ഫസ്റ്റ് ഇങ്ങനത്തെ മോഡലായിരുന്നു, ഇവിടെ കട്ട് ചെയ്ത് വരുന്ന മോഡൽ. അതാക്കണം. പിന്നെ ബാക്ക് ബ്രേക്ക് ലൈറ്റ് ഒന്ന് മാറ്റണം, അങ്ങനത്തെ ചെറിയ പിന്നെ പെയിന്റ് ചെയ്ത് ഇറക്കണം. പക്ഷെ ഇപ്പോഴും ഒരുപാട് പേര് അന്വേഷിച്ച് കിടക്കുന്ന മോഡലൊക്കെയാണ് ഇത്. ഇത് ഓടിക്കാൻ ഒരു വേറെ ഫീലാണ് വണ്ടി. 4x4 നല്ലൊരു ഫീലുള്ള വണ്ടിയാണ്. ഒരു പ്രത്യേക എഞ്ചിൻ സൗണ്ടും. ശരിക്കും ഇത് MD എന്ന് പറയാൻ പുതിയ മോഡൽ ജീപ്പ് MD ആയി. ഇത് MD ഒന്നുമല്ല. ഇത് മഹീന്ദ്ര 500D എന്ന് പറയുന്ന മോഡൽ. ഇത് എഞ്ചിൻ തന്നെ പഴയ എഞ്ചിൻ, പക്ഷെ ഇത് റണ്ണിങ് ഉണ്ടോ? ഇത് ജസ്റ്റ് എന്താ പറയാ, സ്റ്റാർട്ട് ഫസ്റ്റ് അടിക്ക് എടുക്കുമെന്നൊക്കെ പറയുന്നതാണ്. 84 മോഡൽ മീറ്റർ. അത് കാരണം ഇത് പഴയതാണ്. ഇത് ഇലക്ട്രിക് അല്ല, സാധാരണ പഴയ ടൈപ്പ്. അതായത് ആ കറണ്ട് വേണ്ട വർക്ക് ചെയ്യാൻ. ഇത് പഴയ മീറ്ററാണ്. ഇതിന്റെ ബാറ്ററിയുടെ. പിന്നെ ഇതിന്റെ ആക്സിലേറ്റർ ഉണ്ടോ? വേറെ ടൈപ്പാ, പഴയ ഇങ്ങനത്തെ 3 സ്പീഡ് ഗിയർ ബോക്സ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ഗിയർ മാത്രമേ ഉള്ളൂ. ഇത് ആക്ച്വലി ശരിക്കും ഈ മോഡൽ ഇവിടെ അല്ല വരുന്നത്. പണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പഴയ ഇത് 500D എന്നൊരു മോഡലാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടാവുക കംപ്ലീറ്റ്. ഇനി ഇതൊക്കെ എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റും, പഴയ മോഡലിനെ ആക്കാൻ വേണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ പഴയ 84 എങ്ങനെ എടുത്തോ അതേ ആക്കാൻ വേണ്ടി ഒരു ബ്ലൂ പെയിന്റ് അടിച്ച് ഇവിടെ ബ്ലാക്കും കൊടുത്ത് പഴയ മോഡലാക്കാൻ വേണ്ടിട്ട്. സിമ്പിള്. ഇത് ടയർ അടക്കം മാറ്റി ആ പഴയ മോഡൽ ടയർ ഉണ്ട്, ഒരു കണ്ടിട്ടോ ക്രോസ് ഇരിക്കുന്ന ടയർ. അതാണ് ശരിക്കും ടയർ വരുന്നത്. അതും ആക്കി നല്ല പക്ക അതേപോലെ ആക്കും. CL ക്ലാസിക് 2 എന്ന് പറയും. CL2 40 വർഷം കറക്റ്റ് പഴക്കമുള്ള സാധനം. 2 സ്ട്രോക്കിൽ ഓയിൽ മിക്സ് ആയിട്ട്. ഇതിന് വേറെ പ്രത്യേകത ഈ വണ്ടിക്ക് എന്ന് വെച്ചാൽ ഇതിന് ഗിയറും കിക്കും ഒന്നാണ്. ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അതിപ്പോൾ കിക്കായി. ഇത് വരുന്നത് 4 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നത്. ഒന്ന് ഫസ്റ്റ് വരുന്നത് മുകളിലേക്ക്, പിന്നെ ന്യൂട്രൽ, സെക്കൻഡ്, തേർഡ്, എല്ലാം താഴോട്ട്. സാധാരണ ഇപ്പോഴത്തെ മോഡൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് താഴോട്ട് ബാക്കിയെല്ലാം മുകളിലേക്ക്. ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് മുകളിലോട്ട് ബാക്കിയെല്ലാം താഴേക്ക്. ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്. 2 സൈലൻസർ വരുന്നത്. 2 സൈലൻസർ 250 HP 250cc. പപ്പയ്ക്ക് 32 വയസ്സാകുമ്പോൾ
മേടിച്ച വണ്ടിയാണ്. ഓക്കെ. ഇത്രയും കാലമായിട്ട് അത് ഓടുന്നുണ്ട്. അതെ, ചെറിയ പണി എടുക്കും, പക്ഷെ ഇനിയിപ്പോൾ പെയിന്റും കാര്യം ചെയ്യണം. എന്നാൽ ഇപ്പോഴും ഫസ്റ്റ് കേക്ക് തന്നെ സ്റ്റാർട്ട് ആകുന്നുണ്ടല്ലോ. അത് സ്റ്റാർട്ടാവും. KLS ആകുമ്പോഴത്തേക്ക് കാസർഗോഡ് വരും. കാസർഗോഡ് വണ്ടി. പക്ഷെ ഒരു ഫീലാണ്, അത് ഓടിച്ചൊക്കെ മനസ്സിലാവും. ഇതിന് കുറച്ചും കൂടെ ഒക്കെ പണിഞ്ഞെടുക്കുന്നുണ്ടോ? ഇത് പണിയാനൊന്നുമില്ല, ഇത് ജസ്റ്റ് ഇനി ആകെ ഉള്ളത് പെയിന്റ് അടിക്കുന്നത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ സമയത്തിന്റെ പ്രശ്നം കൊണ്ട് നമ്മളങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്ഥലം നശിപ്പിക്കുന്നില്ലല്ലോ, അന്ന് കാത്തു സൂക്ഷിക്കുന്നുണ്ടല്ലോ. അതിനെ ഒരിക്കലും കളി ഇത് എത്ര വർഷം ഓടുകയും ചെയ്യും. നമ്മൾ ബാക്കി ബൈക്ക് പോലെ അല്ല. പിന്നെ പൾസറൊക്കെ ഉണ്ടാകും, അതൊക്കെ എവിടെ നിന്ന് പോലെ അതെല്ലാം സ്ക്രാപ്പ് ആയി പോകും. ഇതൊക്കെ ഫസ്റ്റ് സ്ട്രോക്കിന്റെ ഒക്കെ എത്ര കാലഗതിയേ ഉള്ളൂ. 2 സ്ട്രോക്ക് ഒക്കെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും പണിഞ്ഞ് ഉപയോഗിക്കാം. അപ്പോൾ ഇത് കാർബറേറ്റർ ഞാൻ വെച്ചേക്കുന്നത് ഇപ്പം നമ്മുടെ SD കിട്ടാനില്ല, റയറാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ബുള്ളറ്റിന്റെ വെച്ചേക്കുന്നത്. വെച്ചേക്കുന്നത് സൂട്ടാവും അല്ലേ? ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. RE എന്ന് എഴുതിയിട്ടുണ്ട്. അതെ, ബുള്ളറ്റിന്റെ വെച്ചേക്കുന്നത്. ഓക്കെ, കാരണം ഓപ്ഷൻ നമുക്ക് വേറെ ഇല്ല. ഇത് ടെമ്പറേച്ചർ മീറ്റർ, അത് കറക്റ്റ് വർക്കിംഗ് ആണ് സംഭവം. പക്ഷെ ഒന്നും പ്രത്യേകിച്ച് ഒരു ഫീൽ വേണ്ടിയിട്ട് ഇതും ഈ പഴയ ഒരു ടെമ്പറേച്ചർ മീറ്ററാണ്. അപ്പൊ അതൊരു ഫീലിന് വേണ്ടിയിട്ട് അതിങ്ങനെ 80 70 കാണിക്കും. ഇത് ചാവി ഒറിജിനൽ ചാവിയാണോ? അല്ല, ബാക്കി ഇതെല്ലാം സെയിം ആണ്. ഈ മാത്രം നമ്മൾ മാറ്റി. SD തന്നെ കുറച്ച് പഴക്കമുണ്ട്. അല്ല, ഈ SD വരുന്ന ചാവി ഇതാണോ? ഓൾമോസ്റ്റ് ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ വരും, റെഡ് കളറുള്ള ഒരു ഗ്രീൻ കളർ ഒരു ബ്ലാക്കിലൊക്കെ ആയിട്ട്. ഓക്കെ. ബാക്കി വർക്കിംഗ് എല്ലാം സെയിം തന്നെ. ഓക്കെ. വിഷയം ഇതങ്ങ് ഓടിച്ച് കൊണ്ടു പോവാൻ തോന്നും. ഭയങ്കര സന്തോഷമായി. ഇത് ഓട്ടിക്കുമ്പോൾ എടുക്കണമെന്ന് തോന്നും, പക്ഷെ എടുക്കാനുള്ള പൈസ ഇല്ലേ. സാധനം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതാണ്. എന്തായാലും കലക്കി. 6,18,605 കിലോമീറ്റർ ഓടിയ മസ്തയാണ് ഈ കാണുന്നത്. ഫസ്റ്റ് സൂപ്പർ മോഡൽ. അത് ഫസ്റ്റ് 2006 അതുവരെ ഓയിൽ ബ്രേക്ക് ഇറങ്ങിയ വണ്ടി. 2005 കാലഘട്ടത്തിൽ ആദ്യമായിട്ട് സൂപ്പർ എയർ ബ്രേക്ക് ഇറങ്ങുന്നത് മസ്തയ്ക്ക്. അന്ന് മസ്ത ഐഷറൊക്കെ ടിപ്പർ വരുന്ന സെഗ്മെന്റ് വരുന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വന്ന ഫസ്റ്റ് ഒരു മോഡൽ വണ്ടി ഇത്. മൊത്തം 6,18,605 അതാണ് മീറ്ററിലുള്ളത്. പക്ഷെ അതിനുശേഷം മീറ്ററിൽ അത് കുറേ ഓടിയിട്ടുണ്ട്. പക്ഷെ ആ ഒറ്റ എഞ്ചിനിൽ ഇത്രയും കിലോമീറ്റർ ഓടി അത് സ്പെയർ ആയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഈ റെഡിമിക്സ് ഉണ്ട്, വേറൊരു വണ്ടി ഇവിടെ ഉണ്ട്, ഫുൾ പുതിയ വണ്ടി ഉണ്ട്, ഐഷർ ഉണ്ട്. അപ്പൊ അത് എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ഒക്കെ വന്നാൽ പെട്ടെന്ന് ജസ്റ്റ് ആ ബ്രേക്ക് സമയം ഒന്ന് ഇതാക്കാൻ വേണ്ടി. കാരണം റെഡിമിക്സ് നമുക്ക് ബ്രേക്ക് ഡൗൺ ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഐഷർ ഏകദേശം 1,57,498 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഞങ്ങളത് ഏകദേശം 3 വർഷം വണ്ടി കളഞ്ഞ പോലെ കിടന്ന വണ്ടിയായിരുന്നു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ച് മാറ്റി ഒന്ന് ഇതാകുമ്പോൾ വണ്ടി സ്റ്റാർട്ടായി. മോഡൽ നമ്പർ എന്ന് പറയുന്നത് EC210DL. അതിൽ ഈ 21 എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ മൊത്തം വെയിറ്റ്. ഈ വണ്ടി തൂക്കി നോക്കിയാൽ 21 ടൺ ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ ഹിറ്റാച്ചി എന്നൊക്കെ പറഞ്ഞ് ശീലിച്ചിട്ടുള്ളൂ. അതെ, ഇത് ഓരോ ബ്രാൻഡ്. ഹിറ്റാച്ചി ഒരു ബ്രാൻഡ്, ഹിറ്റാച്ചി ടാറ്റയുടെ ബ്രാൻഡ് ആണല്ലേ? ടാറ്റ ഹിറ്റാച്ചി. ഇത് വോൾവോ ഒരു ബ്രാൻഡ്, അതുപോലെ കൊമാറ്റ്സു എന്നൊരു ബ്രാൻഡ് ഉണ്ട്, പിന്നെ JCB ഉണ്ട്, അങ്ങനെ വേറെ ഹുണ്ടായി ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങുന്നത്. ഇത് എഞ്ചിൻ വരുന്നത് വോൾവോയുടെ 160 HP ടയർ 2 എമിഷനാണ് വരുന്നത്. ടയർ 2 നമ്മുടെ BS3 BS4 അല്ല, ഇത് ഇൻഡസ്ട്രിയൽ മോഡലാണ് വണ്ടി. അത് 4 സിലിണ്ടർ. മുമ്പ് ഇറങ്ങി വന്ന 6 സിലിണ്ടർ എഞ്ചിൻ ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 4 സിലിണ്ടർ എഞ്ചിനാണ്. കാണിച്ചില്ല ഇല്ല. ക്യാബിൻ AC ക്യാബിനാണ്. ഒന്നും അറിയത്തില്ല, വെറുതെ കയറി ഇരിക്കുന്നേ ഉള്ളു. എന്നാലും ഓപ്പറേഷനൊക്കെ ചിലത് മറ്റേ JCBയുടെ സെയിം മോഡൽ തന്നെ. JCB ഇൻഡോ വരിക. ഇത് പ്ലസ്. ഓക്കെ. ഇതിപ്പം ബൂം ഫുൾ പൊങ്ങും, മൊത്തം പൊങ്ങും. ഇതിപ്പോ ഫ്രണ്ടിലേക്ക് ആക്കുമ്പോൾ ബൂം ഫുൾ താഴും. ഓക്കെ. പിന്നെ ഇത് ബക്കറ്റ് ക്ലോസിങ്, ഇത് ബക്കറ്റ് ഓപ്പൺ. ഓക്കെ. അതേപോലെ ഇതേപോലെ വണ്ടി സ്വിങ് ലെഫ്റ്റ് റൈറ്റ് ആയി. അതുപോലെ ഇതാക്കുമ്പോൾ താഴും, ഇത് പൊങ്ങും. ഓക്കെ. ഇപ്പൊ സ്റ്റാർട്ട് ആയപ്പോൾ 1100 RPM കാണിക്കുന്നത്. ഇതാണ് വണ്ടിയുടെ. ഇതിന് ആസ്ലേറ്റ് എന്ന് പറയുന്നത് ഈ സ്വിച്ച് ആണ്, മോഡ്. ഓക്കെ. കണ്ടോ അത് മാറുന്നേ.
ഇത് ഹൈ RPM ആണ്. ഇതാണ് ടോപ്പ് RPM. ഓക്കെ ഓക്കെ. ഇതാണ് ഹൈ ഏറ്റവും ഹൈ RPM വരുന്നത് 1915 ഓക്കെ ഹൈ ഉണ്ട്. 2000 അടുത്ത് വരും. അതാണ് ഈ വണ്ടി മാക്സിമം RPM. ഓക്കെ. നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് താനെ ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. 2 seconds വെയിറ്റ് നമ്മൾ തൊട്ടില്ലെങ്കിൽ കട്ടാവും. ഓക്കെ ഓക്കെ. ഇവിടെ ഒരു മൊയിലിന്റെ ഒരു സ്വിച്ച് കിടപ്പുണ്ടല്ലോ, അത് ട്രാക്ക് സ്പീഡാ പറയുന്നത്. മൊയൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, സ്പീഡ് കൂടുതൽ, തുള്ളി തുള്ളി ചാടി പോകും. ഇതെന്ന് പറഞ്ഞാൽ ആമയാണ്. അതായത് മെല്ലെ വണ്ടി ട്രാക്ക് ചെയ്ത് മെല്ലെ ട്രാക്ക് ചെയ്യുള്ളൂ. പക്ഷെ അത് നമ്മൾ മൊയൽ തന്നെ ഇട്ട് ഓടും പെട്ടെന്ന് മൂവ് ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഈ ഗ്രില്ലൊക്കെ വെച്ചേക്കുന്ന ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ്. സേഫ്റ്റി, നമുക്ക് കല്ലും തെറിക്കാതിരിക്കാനും മണ്ണ് എന്ത് ഒന്നും തെറിക്കും, സേഫ്റ്റിക്ക് വേണ്ടി, ഡ്രൈവർ സേഫ്റ്റി. അത് മൊത്തം നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ അടക്കം ഫുൾ കവറിങ്. ഡ്രൈവർ സേഫ്റ്റി ആണ് മെയിൻ ആയിട്ട്. ഡ്രൈവർ പൊടിയോ കാര്യങ്ങളോ ഒന്നും അടിക്കില്ല, കല്ലുകൾ തെറിക്കില്ല. നമുക്ക് സേഫ് നമ്മളൊരു ഓഫീസിൽ ഇരിക്കുന്ന വർക്ക് ചെയ്യുന്ന പോലെ എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാം പറഞ്ഞാൽ ഡ്രൈവർക്ക് കംഫർട്ട് ആയിരിക്കും. ഇതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പൊടി കയറും, സൗണ്ട്. ഇതിന്റെ സീറ്റാണ് പ്രത്യേകത. ഇത്ര കംഫർട്ട് നമ്മളെ കാറിന് പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല ഇത്ര കംഫർട്ട് സീറ്റ്. നോക്കട്ടെ, നമ്മുടെ സീറ്റ് പ്രാവശ്യം പോയായിരുന്നു. അപ്പൊ വാറണ്ടി നമുക്ക് മാറ്റി തന്നപ്പോ വില 1,00,000 രൂപ 1,40 വിലയുണ്ട് ഈ സീറ്റ് മാത്രം. പിന്നെ ഇത്ര അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നുണ്ട്. എല്ലാം മാനുവൽ അഡ്ജസ്റ്റ്മെന്റ്സ്. ഓരോന്നും ഹൈറ്റ് ഇവിടെ കൂട്ടാം, ഇവിടെ കൂട്ടാം, ഓരോന്നായിട്ടുണ്ട്. ഇത്ര അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ കുഷൻ എഫക്ട്, കുഷൻ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഫുള്ള് സീൽഡ് ക്യാബിൻ, പൊടിയോ സൗണ്ടോ ഒന്നും കയറില്ല. ഫുൾ നല്ല വ്യൂ കിട്ടും, കംപ്ലീറ്റ് വ്യൂ കിട്ടും. എത്ര പൊരിഞ്ഞ് വെയിലായാലും ചൂടായാലും മണ്ണായാലും നമുക്ക് ഡ്രൈവർക്ക് ക്ഷീണം ഉണ്ടാവില്ല. വണ്ടി മറ്റേ ഈ ചെയിൻ മൂവ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പോവും, ഫ്രണ്ട്, ഇത് ബാക്ക്. ഇത് അതേപോലെ ഫ്രണ്ട്, ഇത് ബാക്ക് ലെഫ്റ്റ് സൈഡില്. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ്. ഇത് ഇതിന്റെ ഒരു മോട്ടറാണ് വരുന്നത്, ഹൈഡ്രോളിക് മോട്ടർ. ആ പമ്പ് ഒരു ലൈൻ ഇതിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ അവിടെ ഇത് ലിവർ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഫ്രണ്ടും ബാക്കും കറങ്ങും. അത് ഫ്രീ ഡ്രൈവായിട്ട് കറങ്ങുന്ന വീലത്. അതിന് മുകളിലാണ് ഇത് മുഴുവൻ പല്ലില്ല. ഇതാണ് പിടുത്തം ചെയ്യുന്നത്. നല്ല പല്ലുള്ള സ്പ്രോക്കറ്റ് ഉണ്ട് അവിടെ. ഫ്രീ ഡ്രൈവ് അപ്പൊ നമുക്ക് ഇതില് മൈലേജ് എന്ന് പറയാൻ കണക്കാക്കുന്നത് എങ്ങനെയാണ്? ഡീസലൊക്കെ ഒരു മണിക്കൂറിന് നോർമൽ ഒരു 12 ലിറ്റർ ഡീസൽ വേണം. ചിലതിന് 13 വേണം, 14 വേണം ചില മോഡലിനൊക്കെ. ഇത് ഓൾവോ അത്യാവശ്യം ഇത് 4 സിലിണ്ടറേ ഉള്ളൂ. 6 സിലിണ്ടർ ആകുമ്പോൾ വന്നോണ്ടിരുന്നത്. അപ്പൊ അവര് കുറച്ചുകൂടെ അഡ്വാൻസ് ആക്കി 4 സിലിണ്ടർ ആക്കി, കുറച്ചും കൂടെ എണ്ണ കിട്ടാൻ വേണ്ടിട്ട്, മൈലേജ് കിട്ടാൻ വേണ്ടിട്ട് 4 സിലിണ്ടർ ആക്കി. അപ്പൊ അത് മാത്രമല്ല എമിഷൻ കുറയും ചെയ്യും ഈ 4 സിലിണ്ടർ ആക്കുമ്പോൾ. അങ്ങനെ ബോറ് കൂട്ടിയിട്ട് സിലിണ്ടർ കുറച്ച്, അങ്ങനെ 160 HP. അപ്പോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. ശരിക്കും ചെയിൻ ട്രാക്ക് എന്ന് പറയും. നമുക്കത് ഇപ്പോൾ വണ്ടി ഇപ്പോൾ ഏകദേശം 7,000 hours ഓടി. ഒരു 10,000 ഒക്കെ ആകുമ്പോൾ മെയിൻ്റെനൻസ് വെച്ച് നമ്മൾ ചേഞ്ച് ചെയ്യണം. അത് ഓടും, അത്യാവശ്യം ഓടും. നമ്മൾ ആ ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ആ സ്പ്രോക്കറ്റ് കണ്ടില്ലേ, സ്പ്രാക്കറ്റ്, അത് നമ്മൾ ചേഞ്ച് ചെയ്യണം. അതാ ചേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ ശേഷം അത് ഓരോന്ന് തേയ്മാനം വരുമ്പം ഓരോന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ എൻജിൻ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. വോൾവോയുടെ എക്സ്കവേറ്ററിൻ്റെ എൻജിൻ ഭാഗങ്ങൾ അല്ലേ? $160 HP 4 സിലിണ്ടർ ടയർ ടു എമിഷൻ എഞ്ചിനാണ്. മെയ്ഡ് ഇൻ ജർമ്മനി സംഭവം. മെയ്ഡ് ഇൻ ജർമ്മനി. അപ്പോൾ ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ് അതാ ജർമ്മനിയിൽ ഉണ്ടാക്കിയിട്ട്? മൊത്തം ഇവിടെ ഇന്ത്യയിലാണ്. പക്ഷെ ഇവര് കൊണ്ടുവരുന്നത് ഇപ്പൊ ഈ എഞ്ചിൻ ജർമ്മനിന്നാണ് വരുന്നത്. മെയ്ഡ് ജർമ്മനി ചെയ്തിട്ടുണ്ട്. ഈ നിൽക്കുന്ന ഡീസൽ ടാങ്ക്. ഇത് ഡീസൽ ടാങ്ക്. നമ്മൾ ഇതിന്റെ ഒഴിക്കും. ഇത് ഹൈഡ്രോളിക് ടാങ്ക്. പമ്പിന്റെ ഓയിൽ. പമ്പിന്റെ ഓയിൽ. ഇതാണ് എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ. ഇത് സെപ്പറേറ്റ് ആണ്. ഇവിടെ നമുക്ക് അയക്കാൻ എല്ലാത്തിനും സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവർ പുറത്ത് ഈ സൈഡിൽ കൊടുത്താക്കുന്നത്. പിന്നെ ഇതും ഈ 3 വരുന്നത്, ഈ 2 ഇത് പറഞ്ഞ വാട്ടർ സെപ്പറേറ്റ് ആണ്. നമ്മൾ ഡീസലിൽ വെള്ളം കണ്ടന്റ് ഉണ്ടെങ്കിൽ വെള്ളം വലിച്ചു മാറ്റാനായിട്ട് നമുക്ക് അത് ഇതായിട്ടാണ്. എഞ്ചിൻ കൺട്രോൾ യൂണിറ്റ്. അവിടെയാണ് വണ്ടിയുടെ ഫുൾ എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. എത്ര ഫ്യൂൽ പോകണം, കാരണം ഇതൊക്കെ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ വരുന്നതെങ്കിലും എല്ലാം പ്രോഗ്രാംഡാണ് വരുന്നത്. അതായത് ഇപ്പോഴത്തെ പുതിയ മോഡൽ വരുന്നത്. അപ്പോൾ ഇന്നത്തെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ചാനൽ എന്ന് പറയുന്ന ഒരു വണ്ടി ഫീൽഡ് കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇത്രയും നാളും ലോറിയാണ് ചെയ്യുന്നത്. എന്നാലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് ഞാൻ ഇവിടെ നമ്മളെ ദിവിൻ ചേട്ടൻ്റെ അടുത്ത് വന്നത്. ദിവിൻ ചേട്ടൻ നാട്ടിലല്ല, UK-ലാണ്. ഇപ്പോൾ നാട്ടിൽ ഒരാഴ്ച ഒരു 10 ദിവസമായിട്ട് നാട്ടിലുള്ളൂ. അപ്പോൾ നാളെ മറ്റന്നാൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ പുതിയ പുതിയ വണ്ടികളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ വണ്ടീനെ കുറിച്ചുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്, എത്തിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതാണെങ്കിൽ തന്നെ ഈ ഒരു വോൾവോയുടെ ആയാലും എക്സ്കവേറ്റർ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എൻ്റെ ചാനലിൽ. അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും കാണാം, പോയിട്ട് പോവാ, സന്തോഷമായിട്ട് പോയിട്ട് പോവാ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൂര്യാസ്തമയം അല്ലേ? വീട് ഞാൻ വ്യൂ തന്നെ ഇവിടെ.